വലിയ പൈസ മുടക്കി നിങ്ങളൊരു LED സ്ട്രിപ്പ് വാങ്ങിയിട്ട് അത് നിങ്ങളുടെ പ്ലഗ് പോയിന്റിലേക്ക് ഡയറക്റ്റ്ലി കുത്തി നോക്കിയാലോ, ഒറ്റ സെക്കൻഡ് ഒരു ചെറിയ പുകയും കരിഞ്ഞ മണവും നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ആ ലൈറ്റ് ഒരിക്കലും കത്താൻ പോകുന്നില്ല. പലരും വിചാരിക്കുന്നത് പല ലൈറ്റുകളും നമ്മൾ നേരിട്ട് ലൈറ്റ് സോക്കറ്റിൽ കൊടുക്കാം എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ വളരെയധികം പൈസ മുടക്കി യൂസ് ചെയ്യുന്ന LED സ്ട്രിപ്പ് ലൈറ്റുകൾ വെറും സെക്കൻഡുകൾ കൊണ്ട് തന്നെ നശിപ്പിച്ച് കളയാൻ ഈ ഒരു ചെറിയ അറിവില്ലായ്മ മതി. സൈറ്റിൽ ഇത്തരത്തിലുള്ള ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് വലിയ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത്. ഇത് നിങ്ങളെ പണം നഷ്ടപ്പെടുത്തൽ മാത്രമല്ല, നിങ്ങളുടെ ആഡംബരമായിട്ടുള്ള ഇൻറ്റീരിയേഴ്സിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ SMPS അല്ലെങ്കിൽ സ്വിച്ച് മോഡ് പവർ സപ്ലൈയുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീട്ടിലെ പ്ലഗ് പോയിന്റുകളിൽ വരുന്നത് 230 വോൾട്ട് AC പവർ സപ്ലൈസ് ആണ്. എന്നാൽ ക്വാളിറ്റിയുള്ള സ്ട്രിപ്പ് ലൈറ്റുകൾ യൂസ് ചെയ്യുന്നത് 24 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് DC സപ്ലൈയിലാണ്. ഒരു SMPS ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഹൈ വോൾട്ടേജ് AC സപ്ലൈനെ DC സപ്ലൈ ആക്കി മാറ്റുക എന്നുള്ളതാണ്. സ്ട്രിപ്പുകളുടെ യൂസേജ് പല സ്ഥലങ്ങളിലും പല ലെങ്ത്തിലുള്ളതുകൊണ്ട് അതിൻ്റെ വോൾട്ടേജ് മാറാത്ത രീതിയിൽ വേണം ഇതിനെ സപ്ലൈ ചെയ്യാനായിട്ട്. അതുകൂടാതെ തന്നെ നമുക്ക് 20% എങ്കിലും കുറച്ച് അണ്ടർ ഡ്രിവൺ ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അതിന് കൂടുതൽ ലൈഫും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയുള്ളൂ. നിങ്ങളുടെ ഇൻറ്റീരിയർ പ്രൊജക്റ്റുകളിൽ ലൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കരിഞ്ഞു പോകാതെ ഇരിക്കുന്നതിനും ലോങ് ലൈഫ് ഉറപ്പാക്കാനായിട്ട് കൃത്യമായി പവർ പ്ലാനിങ് ആവശ്യമാണ്. നിങ്ങളൊരു പുതിയ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു വീട് പ്ലാൻ ചെയ്യുകയാണോ, സ്ട്രിപ്പ് ലൈറ്റുകളുള്ള ഇൻസ്റ്റാളേഷൻ മൂലം ഉണ്ടാക്കുന്ന അബദ്ധങ്ങൾ ഒഴിവാക്കാനായിട്ട് സേഫ് എന്ന് ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കും. നിങ്ങളുടെ പ്രൊജക്റ്റിന് കൃത്യമായിട്ടുള്ള പവർ പ്ലാനിങ്ങും സേഫ്റ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സൺലിറ്റിൻ്റെ ഫ്രീ ടെക്നിക്കൽ കൺസൾട്ടേഷൻ പ്രയോജനപ്പെടുത്തും. താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കും.